ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പ്രഭാതത്തിലും ദൈവവചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം പുറപ്പാട് പുസ്തകം 36 മുതൽ 38 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 38 അധ്യായം 8 വാക്യം. സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും ഉണ്ടാക്കി. ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായ സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പുറപ്പാട് പുസ്തകം 38 അധ്യായത്തിൽ ഹോമയാഗപീഠത്തിൻ്റെയും പ്രാകാരത്തിൻ്റെയും അളവുകളെക്കുറിച്ചും അവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചും നിർമ്മാണത്തെക്കുറിച്ചുമൊക്കെ പറയുന്നു. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരെയാണ് നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 36 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അങ്ങനെ മോശെ ബസലേലിനെയും ഒഹോലിയാബിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു വരുത്തിയെന്ന്. ഇവരുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ സംഭവത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെക്കാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, സ്രഷ്ടാവിൻ്റെ ചലനാത്മകമായ പ്രവൃത്തിയിൽ പങ്കാളികളാകുന്ന വ്യക്തികൾ. തിരുനിവാസം യഹോവയുടെ കൂടാരമാണ്. അത് ഉടമ്പടി ജനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുന്നതാണ്. അതിനാൽ സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ സ്രഷ്ടാവായ ദൈവത്തിൻ്റെ ചലനാത്മകമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ വ്യക്തികളെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പിൻ്റെ കർമ്മം നിർവഹിക്കുന്നത് സ്രഷ്ടാവായ ദൈവമാകുന്നുവെങ്കിൽ ഇവിടെ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ദൈവം നിയമിച്ചിരിക്കുന്നത് തൻ്റെ സൃഷ്ടികളായ മനുഷ്യരെയാണ്. പുറപ്പാട് പുസ്തകം 36 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ബസലേലും ഒഹോലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെ ഒക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം എന്ന്. ദൈവം നൽകിയിട്ടുള്ള ബുദ്ധിക്കനുസരിച്ച്, സ്രഷ്ടാവായ യഹോവ നൽകിയിട്ടുള്ള ജ്ഞാനത്തിനനുസരിച്ച് അവർ ദൈവത്തിൻ്റെ വേല നിറപടിയായി ചെയ്യണമെന്ന് സ്രഷ്ടാവായ ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നു. അതിന് ചാലക ശക്തികളായി പ്രവർത്തിക്കുവാൻ നേതൃത്വം നൽകിയവരായിരുന്നു ബസലേലും ഒഹോലിയാബും. അങ്ങനെയെങ്കിൽ സ്രഷ്ടാവായ ഈ ദൈവത്തിൻ്റെ നിയോഗം ഏറ്റെടുക്കുവാൻ നമുക്കും സാധിക്കണം. രണ്ടാമതായിട്ട്, ദൈവ സാന്നിധ്യം ഉൾക്കൊണ്ടവരുടെ സമർപ്പണവും പ്രതിബദ്ധതയും. വ്യത്യസ്ത തരത്തിലെ തൊഴിലുകളിൽ പ്രാവീണ്യമുള്ളവർ ഇവിടെ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിരുന്നു. ബസലേലും ഒഹോലിയാബും വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്യുന്നുണ്ട്. ഇവരെ ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനും ദൈവം ജ്ഞാനവും നിപുണതയും നൽകിയ ധാരാളം വ്യക്തികളും ഇവിടെ ഒന്നിച്ചു ചേരുന്നു. അക്കൂട്ടത്തിൽ സ്ത്രീകളും ഉൾപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. കുറുവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ വിലയേറിയ ദർപ്പണങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നൽകിയതിനെക്കുറിച്ചാണ് അവിടെ പറയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ ഫറവോന്റെ ഭൃത്യന്മാരുടെ കൽപ്പന പ്രകാരം നിർബന്ധിതരായി അല്ലെങ്കിൽ പീഡകൾ ഏറ്റുകൊണ്ട് ഈ ജനം വിവിധ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ ഇവിടെ ദൈവിക സാന്നിധ്യം ഉൾക്കൊണ്ട ജനത സമർപ്പണത്തോടെ പ്രതിബദ്ധതയോടെ സ്രഷ്ടാവിൻ്റെ ചലനാത്മകമായ പ്രവൃത്തിയിൽ പങ്കാളികളാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശ്വാസ സമൂഹമെന്ന നിലയിൽ നമുക്കും അതിന് സാധിക്കണം. ദൈവ സാന്നിധ്യം ഈ ലോകത്തിലും സഭയിലും വീട്ടിലും അടയാളപ്പെടുത്തുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിക്കനുസരിച്ച്, ജ്ഞാനത്തിനനുസരിച്ച് അവിടുത്തെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാനും ആഴമായ സമർപ്പണത്തോടെയും പ്രതിബദ്ധതയോടെയും ആ നിയോഗങ്ങൾ ചെയ്ത് തീർക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.